മലപ്പുറം പള്ളിക്കൽ കോഴിപ്പുറത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. കോഴിപ്പുറം AM-LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. വയറിളക്കം, പനി, ഛർദി എന്നിവ അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിവിധ ആശുപത്രികളിലായത് നിരവധി വിദ്യാർത്ഥികളാണ്. മലപ്പുറത്ത് നിന്ന് രമ്യാദാസ് ചേർന്നു. രമ്യ, ഈ കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെയാണ്? നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അതായത് കഴിഞ്ഞ ദിവസം കോഴിപ്പുറം സ്കൂളിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിൽ നൽകിയ കറിയിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നാണ് നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന നിഗമനം. വയറിളക്കം, പനി, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളോടുകൂടിയാണ് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾ വിവിധ ആശുപത്രിയിലായിട്ട് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ 20 കുട്ടികളെ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിലും 2 പേരെ തിരുവനങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെയ്തു രമ്യ, അതായത് ഇന്നലെ സ്കൂളിൽ നിന്ന് കഴിച്ച ഭക്ഷണം ഇന്നാണോ അവർക്ക് ഈ രോഗലക്ഷണങ്ങളൊക്കെ പ്രകടമായി തുടങ്ങിയത്? അങ്ങനെയാണോ? നിലവിൽ പുറത്തുവരുന്ന വിവരം അനുസരിച്ച് ഇന്ന് വൈകിട്ടോടു കൂടിയാണ് കുട്ടികളെ ഇത്തരത്തിൽ രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഓക്കെ, ഈ വിദ്യാർത്ഥികൾക്ക് മാത്രമാണോ ഈ രോഗലക്ഷണങ്ങളുള്ളത്, അതോ അധ്യാപകർ, ഈ സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിച്ച അധ്യാപകർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിലവിൽ 36 വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ, അതായത് ഛർദി, പനി, വയറിളക്കം തുടങ്ങിയ രോഗലക്ഷണവുമായിട്ട് വിവിധ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത്. ഇതിൽ 20 കുട്ടികളെ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിലും ബാക്കി 2 പേരെ തിരുവനങ്ങാടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ സ്കൂൾ അധികൃതർ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ ഈ വിഷയത്തിൽ? നിലവിൽ സ്കൂൾ അധികൃതർ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. നിലവിൽ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന പ്രാഥമികമായ വിവരം. ശരി രമ്യ, മലപ്പുറം പള്ളിക്കൽ കോഴിപ്പുറത്ത് സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഏറ്റതായാണ് സംശയം. കോഴിപ്പുറം AM-LP സ്കൂളിലെ 36ഓളം കുട്ടികളെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് ഈ വയറിളക്കം, പനി, ഛർദി എന്നിവയൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇവരെ വിവിധ ആശുപത്രികളിലായിട്ട് ചികിത്സിച്ചിട്ടുണ്ട്. ഈ സ്കൂൾ അധികൃതർ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരണങ്ങൾക്കൊന്നും മുതിർന്നിട്ടില്ല. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കുട്ടികൾക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാവരും ഓക്കെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രമ്യയാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്.